ഹലോ. ദാ ഈ നക്ഷത്രപ്പൂക്കൾ ഇതിവിടെ വീട് എന്നൊക്കെയാണ് ഇതിനെ പറയണത്. ഇത് കേരളത്തിലില്ല. ഇത് യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും തണുപ്പുള്ള രാജ്യങ്ങളിൽ കാണുന്ന ഒരു മഞ്ഞ കളറിലെ നല്ല നക്ഷത്രം പോലത്തെ പൂക്കളാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഡാൻഡലിയോൺ എന്നാണ് ഈ പൂക്കളുടെ പേര്. ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. ഡാൻഡലിയോൺ ചായ ദഹനം വർദ്ധിപ്പിക്കാനും വിശപ്പുണ്ടാക്കാനും വളരെയധികം സഹായിക്കുന്നു. കരളിൻ്റെ ആരോഗ്യം, കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് വളരെ നല്ലതാണെന്ന് കരുതപ്പെടുന്നു. ശരീരത്തിലെ നീര് കുറയ്ക്കാൻ ഇത് ഒരു സ്വാഭാവിക ഡൈയൂററ്റിക് ആയി പ്രവർത്തിക്കുന്നു. അതായത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അധിക ജലാംശവും ഉപ്പും മൂത്രത്തിലൂടെ പുറന്തള്ളാനും ഇത് സഹായിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ശരീരത്തിൽ പ്രതിരോധശേഷി നൽകുന്നു. മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഇതിന് അലർജി ഉണ്ടോയെന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചായ ഉണ്ടാക്കി കഴിക്കുവാൻ പാടുള്ളൂ. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. ഇല, തണ്ട്, വേര്, കായ, പൂവ് എല്ലാം ഉപയോഗിക്കാം. വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഇലകൾ സാലഡുകളിലും സൂപ്പുകളിലും എല്ലാം അവർ ചേർക്കാറുണ്ട്. ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടെങ്കിലും അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഉണക്കിപ്പൊടിച്ച വേര് കാപ്പിക്ക് പകരമായി ആളുകൾ കുടിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ട കേട്ടോ. എൻ്റെ ഇടയ്ക്ക് പറയുക. പിന്നെ ഒരുപാട് തേൻ ഇതിലുണ്ട്. പൂമ്പാറ്റകൾക്കും വണ്ടുകൾക്കും ഹണി ബീക്കൊക്കെ കുടിക്കാനുള്ള തേനും ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ഞിക്കെട്ട് പോലെ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ പാറിപ്പറക്കും. ഓക്കെ, ബൈ.